എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോയുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഐക്കിയ മുംബൈയിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഐക്കിയ സ്റ്റോറിൽ പോകുന്നത്. അപ്പോൾ ഐക്കിയയുടെ സ്റ്റോർ ആദ്യം തുടങ്ങിയത് ഇന്ത്യയിൽ ഹൈദരാബാദിലാണ്. അത് കഴിഞ്ഞ് ഡിസംബറിലാണ് അവർ മുംബൈയിൽ പുതിയ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡിസംബർ 26-നാണ് ഞങ്ങളിത് രജിസ്റ്റർ ചെയ്തത്. രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു പാസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഐക്കിയ സ്റ്റോറിൽ എൻ്റർ ചെയ്യുന്നതിന് ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പാസ് ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ജാനുവരി 5-ാം തീയതി 5 മുതൽ 7 വരെയുള്ള ടൈം സ്ലോട്ടാണ് കിട്ടിയത്. ഈ കോവിഡ് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ചെക്ക്, ഹാൻഡ് സാനിറ്റൈസേഷൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷോപ്പിങ്ങിന് വരുമ്പോൾ നിങ്ങൾ ആദ്യത്തെ സ്ലോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു 4-5 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും. അവസാനത്തെ സ്ലോട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെറും 2 മണിക്കൂറേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ ഹ്യൂജ് പാർക്കിംഗ് ഏരിയയാണിത്. ഇവിടെ 2 ലെവലിലായിട്ടാണ് ഈ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലെവൽ 2 ഷോറൂം ഏരിയയാണ്. ലെവൽ 1-ൽ നിന്നാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പിക്ക് ചെയ്യേണ്ടത്. ആദ്യം ഞങ്ങൾ പോകുന്നത് ലെവൽ 2-ലെ ഷോറൂമിലേക്കാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് ഐക്കിയ റെസ്റ്റോറൻ്റ് ഉള്ളത്. വളരെ വലിയൊരു ഏരിയയാണ്. ഞങ്ങൾക്ക് 2 മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ. അത് കാരണം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോയതേയില്ല. അപ്പോൾ ഇത് ഡിസ്പ്ലേ ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടേക്ക് ഷോപ്പിങ്ങിന് വരുമ്പോൾ നിങ്ങൾ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് വരിക. ഈ ഡിസ്പ്ലേ റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടാലും എടുക്കണമെന്ന് തോന്നും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ലിവിങ് റൂമും ബെഡ്റൂമും ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്നുള്ള നല്ല ഐഡിയാസൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഞാനിതൊരു കിച്ചൻ്റെ ഒരു ഡിസ്പ്ലേ ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കിച്ചൻ്റെ നമ്മുടെ കബോർഡ്സും അതുപോലെ തന്നെ ഒരു സിങ്ക് ഏരിയയും പിന്നെ അതിൽ കിച്ചണിൽ ഉപയോഗിക്കുന്ന നമ്മുടെ യൂട്ടൻസിൽസും എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് ടാഗും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവസാനം ലെവൽ 1-ലുള്ള മാർക്കറ്റ് ഏരിയയിൽ പോയിട്ടാണ് ആ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലെവൽ 2-ൽ ഈ ഷോറൂമിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റും നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഇത് നമ്മുടെ കിച്ചണിൽ വെച്ചാൽ ഇതെങ്ങനെ ഉണ്ടാവും ഈ ഒരു പ്രോഡക്റ്റ് എന്നുള്ളത്. അതുപോലെ ഒരുപാട് നല്ല ഐഡിയാസും നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം കിച്ചൺ ക്യാബിനറ്റ്സ് ആണ്. താല്പര്യമുള്ള പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. അവസാനം താഴെ പോയിട്ട് ആ പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് ട്രോളിയിലേക്ക് മാറ്റാം. വളരെ നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഡിസ്പ്ലേ ഏരിയയിൽ നിന്ന് എടുക്കുന്നു, ട്രോളിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. അടുത്തതായിട്ട് ഒരു ബെഡ്റൂം എങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ. ഈ ഐക്കിയ സ്റ്റോർ ഹോം ഫർണിഷിങ്ങിൻ്റെ ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് തന്നെ പറയാം. ഇവിടെ കുഷനും അതിൻ്റെ കവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെ ക്യാൻഡിൽസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് ടാഗും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ താല്പര്യമുള്ള വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് വയ്ക്കുക. അവസാനം ലെവൽ 1 പോയിട്ട് വേണം നമുക്കതെല്ലാം പിക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ നല്ല വൈഡ് റേഞ്ചിലുള്ള പ്രൊഡക്ട്സാണ് ഞാൻ കണ്ടത്. നമുക്കിപ്പോൾ കുറഞ്ഞ ഒരു റേഞ്ചിലുള്ള സാധനങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ അത്തരത്തിലുള്ളതുമുണ്ട്. എന്നാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളും ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വൈഡ് റേഞ്ചിൽ തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫർണിച്ചറിൻ്റെയും നല്ലൊരു കൂടുതൽ വെറൈറ്റി ഇവിടെ കണ്ടു. അതുപോലെ സൈഡ് ടേബിൾ ആണെങ്കിലും സെൻറ്റർ ടേബിൾ ആണെങ്കിലും ഡൈനിങ് ടേബിളിൻ്റെയൊക്കെ സെക്ഷൻ വളരെ നല്ലതായിരുന്നു. ഇവിടെ വാർഡ്രോബ് സെക്ഷനൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണെന്നാണ് എനിക്ക് തോന്നിയത്. സ്റ്റഡി ടേബിളിനാണെങ്കിലും അതുപോലെ കോഫി ടേബിളിനുമൊക്കെ നല്ല കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്നും ഒരു സ്റ്റഡി ടേബിളും ഒരു ചെയറും വാങ്ങിയിട്ടുണ്ട്. അടുത്തത് സോഫ സെക്ഷനാണ്. ഡിഫറെൻറ്റ് കളറിലുള്ള സോഫകളൊക്കെ ഇവിടെ കാണാം. മുംബൈയിലെ ഫ്ലാറ്റിൻ്റെയൊക്കെ സ്ഥലപരിമിതികൾ അറിയാമല്ലോ. അപ്പോൾ ലിമിറ്റഡ് ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള എന്നാൽ നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫർണിച്ചറിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ കണ്ടത്. അടുത്തത് ടി വി യൂണിറ്റിൻ്റെ സെക്ഷനാണ്. പലതരത്തിലുള്ള പല ഡിസൈനിലുള്ള ടി വി യൂണിറ്റുകളുടെ ഒരു നല്ല ഒരു സെക്ഷൻ തന്നെയായിരുന്നു ഇത്. ഈ ഒരു ചെയറാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴെ അവസാനം മാർക്കറ്റ് ഏരിയയിൽ പോയിട്ട് വേണം ഈ ചെയറിൻ്റെ പാർട്സൊക്കെ പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ഓൾറെഡി അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് താഴെ നിന്ന് വേണം അത് പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം ഈ ചെയറിൻ്റെ ഈ പാർട്സൊക്കെ നമുക്കൊന്ന് അസംബിൾ ചെയ്ത് എടുക്കേണ്ടത്. ഈ ഒരു സ്റ്റഡി ടേബിളാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെയും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ കൊണ്ടൊന്നും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ലെവൽ 1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എല്ലാം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെല്ലാം അവർ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ട്രോളിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാറ്റാം.
കിച്ചണിലേക്ക് ആവശ്യമുള്ള കണ്ടെയ്നേഴ്സും അതുപോലെ തന്നെ ക്രോക്കറി ഐറ്റംസൊക്കെ ഈ സെക്ഷനിൽ നിന്ന് വേണം പിക്ക് ചെയ്യേണ്ടത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും ഗ്ലാസിൻ്റെയും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇപ്പോൾ തന്നെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഈ ഒരു സെക്ഷനിൽ നിന്നും എടുക്കാനായിട്ടൊന്നും സമയം കിട്ടിയില്ല. അവർ 6:30-ക്ക് തന്നെ മുകളിലുള്ള റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെയുള്ള സെക്ഷനിൽ നിന്നും ഇനിയിപ്പോൾ ബില്ലിംഗ് ചെയ്യണം. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഒട്ടും തന്നെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു IKEA സ്റ്റോറിലേക്ക് ഷോപ്പിങ്ങിന് വരാനായിട്ട് താല്പര്യമുള്ള മുംബൈയിലുള്ളവർ കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ ചിലവഴിക്കാൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം സമയം കിട്ടുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്ലോട്ട് എടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബില്ലിംഗ് സെക്ഷൻ്റെ അടുത്ത് തന്നെ ഒരു IKEA കഫേ ഉണ്ട്. അപ്പോൾ മുകളിലുള്ള റെസ്റ്റോറൻറ്റ് 6:30-ക്ക് തന്നെ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. IKEA കഫേ ഇപ്പോഴും ഓപ്പൺ ആണ്. ഇനി അടുത്തത് ഇവിടെ നിന്നും ഒരു കോഫിയും ഒരു പിസ്സയും ഒക്കെ കഴിച്ചിട്ടാകാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ. സ്റ്റഡി ടേബിളും അതുപോലെ ചെയറും പിന്നെ അത്യാവശ്യം 1-2 ചെറിയ സാധനങ്ങളൊക്കെയാണ് വാങ്ങാൻ പറ്റിയത്. ഏതായാലും ഇനി അടുത്ത് തന്നെ ഞാൻ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ IKEA സ്റ്റോറിൻ്റെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല ഒരു റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക്